നമസ്കാരം. ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് ഇസ്രായേൽ അതിശക്തമായ രീതിയിലുള്ള ആക്രമണം നടക്കുമ്പോഴും ഇപ്പോഴും പ്രത്യാക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ. പലപ്പോഴും ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ നിരന്തരമായി റോക്കറ്റുകൾ അയക്കുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം റോക്കറ്റുകളാണ്, ഒപ്പം മിസൈലുകളും ഇവരുടെ കൈവശമുണ്ട് എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില നേരങ്ങളിൽ മിസൈലുകളും അയക്കുന്നുണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ തടയാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് എങ്കിലും ഈ അയൺ ഡോം സംവിധാനത്തെയും മറികടന്നുകൊണ്ട് ചില സമയങ്ങളിൽ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ ഇസ്രായേലിൽ വന്ന് പതിക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ എക്സിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിൻ്റെ വലിയൊരു ഉദാഹരണമായി മാറുകയാണ്. കാറിൽ സഞ്ചരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ തൻ്റെ മുന്നിൽ ഹൈവേയിൽ റോഡിൽ വലിയൊരു മിസൈൽ വന്ന് പതിച്ചതിൻ്റെ പൊട്ടിത്തെറിയും പുകയും എല്ലാം കാണുകയാണ്. ഈ കാറിന് തൊട്ട് മുന്നിലുള്ള കാറിൽ സഞ്ചരിച്ചിരുന്ന ആൾ ഭയന്ന് വിറച്ച് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതും തറയിൽ വീണ് കിടന്ന് ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വീടുകളുടെ ഉടമകളോട് എത്രയും വേഗം വീട് വിട്ടു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടിയ വീട്ടുപകരണങ്ങളുമായി രക്ഷപ്പെട്ടവർ സമീപത്തുള്ള സ്കൂളുകളിലും മറ്റുമാണ് അഭയം തേടിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ മാത്രം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച 55ഓളം റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി. ഇവയെല്ലാം തന്നെ ലെബനിൽ നിന്നാണ് അയച്ചത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്ന കേന്ദ്രവും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. ഹിസ്ബുള്ളയുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും എല്ലാം തന്നെ ആക്രമണത്തിൽ തവിടുപൊടിയായിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലെ ഗലീലിയിലെ ഒരു ആശുപത്രിയിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ചിലർ എത്തിയിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. അതേസമയം ലെബനിലേക്ക് കരയാക്രമണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് 90,000ഓളം ഡ്രോണുകളും റോക്കറ്റുകളും അയച്ചതായും അവയിൽ 250 എണ്ണം കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം അയച്ചതാണ് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഹിസ്ബുള്ള തീവ്രവാദികൾ ഒരുപക്ഷെ ഹമാസിനെ അപേക്ഷിച്ച് കൂടുതൽ യുദ്ധസജ്ജരായിരിക്കാം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും മാരകമായ രീതിയിലുള്ള പ്രഹരം ഇസ്രായേൽ ഏൽപ്പിച്ചിട്ടും ഇപ്പോഴും ഇസ്രായേലിലേക്ക് തിരികെ അവർക്ക് എങ്ങനെ ആക്രമണം നടത്താനും കഴിയുന്നു എന്നുള്ളത് ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇസ്രായേലും ലെബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിൽ വ്യാപകമായ തോതിൽ ഇവർ ഹമാസ് ഗാസയിൽ ചെയ്തതുപോലെ തന്നെ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണോ എന്നൊരു സംശയവും ഉയരുന്നുണ്ട്. ഹമാസിൻ്റെ ഗാസയിലെ ഭൂരിഭാഗം തുരങ്കങ്ങളും ഇതിനോടകം ഇസ്രായേൽ സൈന്യം ഇടിച്ചു നിരപ്പാക്കി എങ്കിലും ഇതുപോലെ തന്നെ ഹിസ്ബുള്ളയും തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത അവരെ അമ്പരപ്പിക്കുകയാണ്. കാരണം ഒരുപാട് സമയമെടുത്താണ് ഗാസയിലെ ഹമാസിൻ്റെ തുരങ്കങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചത്. അതുപോലെ ഇനി ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ എത്ര സമയമെടുക്കും എന്ന് സ്വാഭാവികമായൊരു ചോദ്യം ഉയരുന്നുണ്ട്. ലെബനിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയ്ക്ക് അഭയം കൊടുത്തത് അവർക്ക് വലിയൊരു ദുരിതമായി മാറുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാൻ അഭയം കൊടുത്ത നിങ്ങൾക്ക് ഇനി വീടുകൾ കാണില്ല എന്നുള്ള ഭീഷണി തന്നെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഉയർത്തുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുന്ന പല രാജ്യങ്ങളും അവിടെ സമാധാനം കൈവരുത്തണം എന്നാവശ്യപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ സമാധാനം പുലരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ എത്തുന്നത്. ഇസ്രായേലിൻ്റെ നിലപാടുകളും മറ്റ് വിഷയങ്ങളുമൊക്കെ തന്നെ നാളെ നെതന്യാഹു അവിടെ ഉന്നയിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.